ഡിയർ ഫ്രണ്ട്സ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കോളം ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കോളങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഫ്രഞ്ച് സാമൂഹ്യ നീതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. പ്രഭുക്കർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പൊ എവിടെ നിന്ന് നോക്കിയാൽ അറിയാം, എല്ലാ സ്ഥലങ്ങളിലും സാധാരണക്കാരന് എന്ത് ചെയ്യണം, അടിമകളെ പോലെ പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എക്സാമിന് ചോദിക്കാം, ഈ പ്രഭുക്കർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സാമൂഹിക വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഏതാണ്? ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതിയാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവത്വ അധികാര സിദ്ധാന്തം. എന്താണ് ദൈവത്വ അധികാര സിദ്ധാന്തം? ദൈവത്വ അധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുന്നു. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. സ്വച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തം വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം, രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, സ്വച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തെ വിശ്വസിച്ചു. എന്നിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് മുകൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, ആ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ ദൈവത്വ അധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. പ്രഭുക്കന്മാർ സാധാരണയായി ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളാണ്, അതായത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. കൃത്യമായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാം. ആദ്യത്തത് കോവി, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ CORVW എന്നാ വരുന്നത്. ഓക്കെ, നമ്മൾ വായിക്കും കുറച്ച് വ്യത്യാസം വരും. പക്ഷെ മലയാളത്തില് കോവി. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നുള്ള അവകാശമാണ് ഇത് കോവി. ഓക്കെ, ഓർത്ത് വയ്ക്കുക, കോവി. അടുത്ത ബെനാലിറ്റി. എന്താ ബെനാലിറ്റി? വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി, അതായത് നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജമ്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങളും നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. ഓർത്തു വയ്ക്കുക. ഒരു നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കാം. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജമ്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെയും വാടകയും ഉൾപ്പെടുന്നത് എന്ത് എന്ന് ചോദിക്കാം. ഇതാണ് ബെനാലിറ്റി. അടുത്ത ബെൻവിൻ. എന്താണ് ബെൻവിൻ? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനുമേലുള്ള കുത്തക നികുതിയാണ് ഇത് ബെൻവിൻ. ഓക്കെ, അടുത്ത പിയേഷ്. എന്താ പിയേഷ്? പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ഓക്കെ, അടുത്ത ടെറാഷ്. എന്താ? വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന പ്രത്യേക തരം കരമാണ് ഇത് ടെറാഷ് എന്ന് പറയുന്നത്. എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ടൈംസ് 1789. ഇതിൽ നിന്നാണ് ഈ കണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ കോവി എന്താണെന്നും ബെനാലിറ്റി എന്താണെന്നും ബെൻവിൻ എന്താണെന്നും പിയേഷ് എന്താണെന്നും ടെറാഷ് എന്താണെന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചോളൂ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ഗാബേൽ എന്താണെന്ന് നോക്കാം. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന ഒരു നികുതിയായിരുന്നു ഏത്? ഗാബേൽ. ചോദിച്ചു കഴിഞ്ഞതാണ്. ഇത് 15-ാം നൂറ്റാണ്ട് മുതൽ ഇതിന് ഉപ്പിന് മാത്രമായിട്ട് മാറി. ശ്രദ്ധിക്കുക, ഉപ്പിന് മാത്രമായിട്ട്, അങ്ങനെയും ചോദിക്കാം. 15-ാം നൂറ്റാണ്ട് മുതൽ ഉപ്പിന് മാത്രമായി ഫ്രഞ്ചിലുണ്ടായിരുന്ന നികുതി ഏത് എന്ന് ചോദിക്കാം. ഗാബേലാണെന്ന് ഓർത്ത് വയ്ക്കുക.
തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഇത് ഗാബ്ഡേൽ എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു രണ്ട് വ്യക്തികളാണ് വില്ലും ഏരിയൽ ഡൂറന്റ്. വിൽ ആൻഡ് ഏരിയൽ ഡൂറന്റ് പ്രശസ്ത ചരിത്രകാരന്മാരായ വിൽ ഡൂറന്റും ഏരിയൽ ഡൂറന്റും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മധ്യവർഗത്തിന്റെ പങ്കിനെ പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കാം, ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുന്ന അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനയെ നിർവീര്യമാക്കുകയും ചെയ്തു. ബൂർഷ്വാസിയുടെ, അതായത് മധ്യവർഗത്തിന്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശ്രദ്ധ എന്ന വാക്യം അല്ലെങ്കിൽ എന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കാം. എന്താണ്? വിൽ ആൻഡ് ഏരിയൽ ഡൂറന്റിന്റെ പ്രസ്താവനയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. സലോണുകളും കോഫി ഹൗസുകളും. എന്താണ് സലോണുകളും കോഫി ഹൗസുകളും നോക്കാം. ഫ്രാൻസിലെ സലോണുകളും കോഫി ഹൗസുകളും സാധാരണയായി എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചയ്ക്കുമുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇത് സലോണുകളും കോഫി ഹൗസുകളും എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവിടെ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത്. ഒരു പാർട്ടി പോലെയാണ് സലൂൺ എന്ന് പറയുന്നത്. ഈ സലൂണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളുടെ ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകൾ വിപ്ലവ ആവശ്യങ്ങൾക്ക് അതുപോലെ പ്രചോദനം നൽകി. ഓക്കെ, അതുപോലെ സാധാരണ പൗരന്മാർ, പത്രപ്രവർത്തകർ തുടങ്ങിയ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്നത് ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി. ഓക്കെ, കോഫി ഹൗസുകളെ കുറിച്ച് അറിയാലോ. അപ്പോൾ ഇവിടെ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വച്ഛാധിപത്യം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് സലോണുകളും കോഫി ഹൗസുകളും. അപ്പോൾ സലോണുകൾ സാധാരണ സ്ത്രീകൾ നടത്തിയിരുന്നു. സ്ത്രീകൾ സ്വന്തം വീടുകളിൽ സലോണുകൾ സംഘടിപ്പിച്ചിരുന്നു. അവിടെ ആശയവിനിമയത്തിനും ചർച്ചയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രങ്ങളായിരുന്നു സലോണുകൾ. ഈ കോഫി ഹൗസുകൾ എന്ന് പറയുന്നത് സാധാരണക്കാര് ചായ കുടിക്കുന്നതിന്, അനുബന്ധ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു കോഫി ഹൗസുകൾ എന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്ന കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാന്റ് ആയിരുന്നു. അത് ചോദിക്കാം. ഉന്നത കുലജാതരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാന്റലോൺ എന്നറിയപ്പെടുന്ന ഒരു നീളൻ ട്രൗസറും ധരിക്കാൻ തുടങ്ങി. ഓക്കെ, പാന്റലോൺ എന്നറിയപ്പെടുന്ന നീലൻ ട്രൗസറും ധരിക്കാൻ തുടങ്ങി എന്ന് ഓർത്തു വയ്ക്കുക. എന്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി? ഉന്നത കുലജാതർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, തൊഴിലാളികളും കർഷകരും എന്ത് ചെയ്തു? പ്രതിഷേധത്തിന്റെ ഭാഗമായി കാൽപാദം വരെ എത്തുന്ന പാന്റലോൺ ഈ ഇവിടെ നിന്നായിരിക്കും നമുക്ക് പല പേരുകളും വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നീലൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ ട്രാങ്കുലേറ്റുകൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പാൻറ്റുകൾ ധരിച്ചു വരുന്നവരെ എന്തെന്ന് അറിയപ്പെടുന്ന ട്രാങ്കുലേറ്റുകൾ എന്നറിയപ്പെടുന്നു. ട്രാങ്കുലേറ്റ് ദമ്പതികളാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിപ്ലവ അനുകൂലികളുടെ പ്രതീകമായി പാന്റലോൺ മാറി. വിപ്ലവ അനുകൂലികളുടെ പ്രതീകമായിട്ട് എന്ത് മാറി? അതൊരു സിമ്പിളായിട്ട് തന്നെ മാറി. ഓക്കെ, കൂടുതൽ ആളുകളിൽ പാന്റുകൾ ധരിക്കാൻ തുടങ്ങി. ഇത് വിപ്ലവ ജനകീയമായി മാറി എന്നതിന്റെ തെളിവായിട്ട് മാറി. അപ്പോൾ ചർച്ചകൾ നടക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു, സലോണുകൾ, കോഫി ഹൗസുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എന്തായിരുന്നാലും പ്രതിഷേധത്തിന്റെ അലയൊലികൾ എന്താണ്? കൂടിയ വരത്തുള്ളൂ, കുറയത്തില്ല. ഓക്കെ, ഫിജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമാണ്. ഫിജിയൻ തൊപ്പി, ഈ കാണുന്നതാണ് ഫിജിയൻ തൊപ്പിയും ഇതിന്റെ വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫിജിയൻ തൊപ്പികൾ ധരിച്ചിരുന്നത്. അപ്പൊ ചോദിക്കാം, അടിമത്തത്തിൽ നിന്ന് തൊഴിലാളികൾ മോചിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ധരിച്ചിരുന്ന തൊപ്പി അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കാം. ഏതാണ്? ഫിജിയൻ തൊപ്പി. അടുത്ത് നമ്മൾ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ശ്രദ്ധിക്കുക, അസൈനാറ്റ്. എന്താണ് അസൈനാറ്റ്? 1789 ഇതാണ് അസൈനാറ്റ് എന്ന് പറയുന്നത്. 1780 ഫ്രാൻസിലെ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ചോദിക്കും, ഉറപ്പ്, 100%. ഓക്കെ, 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസി ആയിരുന്നു അസൈനാറ്റ്. ഇത് 1796 എന്ത് ചെയ്തു? മൂല്യം നഷ്ടപ്പെട്ടു. അതായത് കൂടുതൽ അച്ചടിച്ചിറക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഇതിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണ്. കാലക്രമേണ ഇതിൽ മൂല്യം നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. 1796 പൂർണ്ണമായിട്ട് മൂല്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അസൈനായിട്ട് 1780 ഫ്രാൻസിൽ പുറത്തിറങ്ങിയ പേപ്പർ കറൻസി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത വിപ്ലവ കലണ്ടർ.
ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്നതാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അതിന് പകരമായിട്ട് 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടർ ആണിത് വിപ്ലവ കലണ്ടർ എന്ന്. വിപ്ലവ കലണ്ടർ എന്ന പേര് പ്രസിദ്ധമായി കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയതിന്റെ, അതായത് 1792 സെപ്റ്റംബർ 22 തുടങ്ങുന്നത്. ഈ കലണ്ടറിന് 7 ദിവസമുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസം വീതമുള്ള 3 ദശകങ്ങൾ ഡിക്കേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടർ ആയിരുന്നു. ഓർത്തുവയ്ക്കുക, വിപ്ലവത്തിന്റെ 12ാം വർഷം വരെ 1801 വരെ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഓർത്തുവയ്ക്കുക, വിപ്ലവ കലണ്ടർ നിലവിൽ വന്ന വർഷം ഓർത്തുവയ്ക്കുക 1792 ഓക്കെ, ഏതിന് പകരമാണ് ഗ്രിഗോറിയൻ കലണ്ടർ, ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായിട്ട് നിലവിൽ വന്നതാണ് വിപ്ലവ കലണ്ടർ എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവ കാലത്ത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം നമുക്ക് 1789 മുതൽ 1799 വരെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതില് വധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആശയം നിർദ്ദേശിച്ചത് ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗിലോട്ടിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ജോസഫ് ഇഗ്നാസ് ഗിലറ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ലൂയി 16 രാജാവിന്റെയും മേരി ആന്റോണിയറ്റ് രാജ്ഞിയുടെയും ഗില്ലറ്റ് ഉപയോഗിച്ചാണ് വധിച്ചത് എന്നത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോസ്പിയറിനെയും ഗിലറ്റിന് വിധേയമാക്കി. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഈ പോയിന്റുകളെല്ലാം ചേർത്തുകൊണ്ടിരുന്നവരെയും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നെപ്പോളിയനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിക്കുക. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു. ഓക്കെ, എന്താ ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. നിയമപരിഷ്കാരം എങ്ങനെയാണ്? നെപ്പോളിയന്റെ നിയമസംഹിത അഥവാ നെപ്പോളിയനിക് കോഡ് എന്ന ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്ത കൺകോർഡറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടായിരുന്ന കരാറാണ് കൺകോർഡറ്റ് നെപ്പോളിയൻ. ഓക്കെ, പോപ്പും ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിലുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. അടുത്ത വിദ്യാഭ്യാസ സാമ്പത്തികമാക്കുന്നതിന്റെ നടപടികൾ കൈക്കൊണ്ടു. ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ലിസൈ രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഓക്കെ, അടുത്ത സാമ്പത്തിക പരിഷ്കരണ ഭാഗമായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. സൈനിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് സൈന്യത്തിന് പല ബറ്റാലിയനായിട്ട് പുനഃസംഘടിപ്പിച്ചു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്വാതന്ത്ര്യത്തിന്റെ മരം അഥവാ ട്രീറ്റി ഓഫ് ലിബർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു ഇത് സ്വാതന്ത്ര്യത്തിന്റെ മരം. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിന്റെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് അല്ല, ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് മനസ്സിലാവും. ഫ്രാൻസിലെ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇതാണ് ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രതീകമായി കരുതപ്പെടുന്ന ചുവന്ന ഫീജിയൻ തൊപ്പി, നമ്മൾ നേരത്തെ പറഞ്ഞു ഫീജിയൻ തൊപ്പികൾ, റെഡ് ഓഫ് ഫീജിയൻ ക്യാപ്പ് തൂക്കുകയും ചെയ്തു. ഈ മരങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന മരത്തൈകളിൽ ഫീജിയൻ തൊപ്പിയാണ് ഇതിനെതിരെ, അതായത് അടിമത്തത്തിനെതിരെയും എല്ലാത്തിനെതിരെയും പ്രതികരിക്കുന്നവരുടെ ഭാഗമായിട്ടുള്ളതാണ് ഇത് റെഡ് ഫീജിയൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഇവിടെ തലസ്ഥാനമായ ശ്രീരംഗന പട്ടണത്തും അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളുടെ തന്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. അതുപോലെ ജോക്കോവിൻ ക്ലബിൽ അംഗമായത് എന്ന് കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.